ഗാസയിലെ വെടിനിർത്തല്. അതായത് ഇപ്പൊ നമുക്ക് വെടിനിർത്തൽ കരാറുണ്ടായി. അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ മൊത്തം ഭരണമാറ്റം. ഇപ്പോൾ ജോ ബൈഡൻ ആണെങ്കിൽ ഇറങ്ങാൻ പോകുന്നു, ട്രംപ് കയറുന്നു. അതായത് ബൈഡൻ ഇറങ്ങുന്ന ടൈമിൽ തന്നെ വെടിനിർത്തൽ വരുന്നു. എന്നാൽ ട്രംപാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഇതിൻ്റെ ശരിക്കും ക്രെഡിറ്റ് ആർക്ക് വരും? ഓക്കെ, 467 ദിവസത്തെ യുദ്ധമൊക്കെ അവസാനിച്ച് ഇപ്പോൾ സമാധാനത്തിലേക്ക് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഞായറാഴ്ച ജനുവരി 19 ഒരു വെടിനിർത്തൽ നിലവിൽ വന്നു. അപ്പോൾ ജനുവരി 19 ഈ ട്രൂസ് നിലവിൽ വരും, സീസ് ഫയർ നിലവിൽ വരും എന്ന് അതിന് മുമ്പേ തന്നെ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ബൈഡൻ സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡൻ്റെ ഭരണകാലത്താണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്, ഈ ട്രീറ്റി നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഞായറാഴ്ച ഇത് സൈൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഇന്ന് ട്രംപ് അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ആർക്കാണ് ക്രെഡിറ്റ് എന്നുള്ളത് ഒരു തർക്ക വിഷയമായിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബൈഡൻ പറയുന്നത് ഈ പറയുന്ന ഡീല്, ഈ കരാറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ കഴിഞ്ഞ മെയ്യിൽ തന്നെ തീരുമാനിച്ചാണ്, ഞങ്ങളിപ്പോൾ മെയ്യിൽ തന്നെ തീരുമാനിച്ചാണെന്നാണ് ബൈഡൻ പറയുന്നത്. പക്ഷെ അന്ന് ഇത് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെതന്യാഹു ആയാലും ഹമാസ് ആയാലും സ്വീകരിക്കാനൊന്നും തയ്യാറായിരുന്നില്ല ബൈഡൻ പറയുമ്പോൾ. പക്ഷേ ഈ ട്രംപ് പറയുന്നത് മൈ വിൻ മെയ്ഡ് ഇറ്റ് പോസിബിൾ എന്നാണ്. ഞാൻ ജയിച്ചു, ഞാൻ ഈ ഇലക്ഷൻ ജയിച്ചു, അതുകൊണ്ടാണ് ഈ കാര്യം നടന്നത്, അല്ലെങ്കിൽ നടക്കില്ല എന്നാണ് ട്രംപിൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ പിന്നീട് വരുന്ന ചോദ്യം ഇതാണ്, ഈ മെയ് 24, അതായത് 2024 മെയ്യിലും അത് കഴിഞ്ഞിട്ട് 2025 ജാനുവരിയിലും, ഈ സമയത്തിനുള്ളിൽ 2024 മെയ്യിലും അത് കഴിഞ്ഞ് 2025 ജാനുവരിയിലും, ഈ കാലഘട്ടത്തിൽ, ഇതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ എന്ത് വ്യത്യാസമാണ് വന്നത് എന്നുള്ളതാണ് അതിൽ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ട്രംപ് ഇലക്ഷൻ വിജയിച്ചു, അദ്ദേഹം ആണ് വിജയി എന്നറിഞ്ഞ പാടെ ട്രംപിൻ്റെ എൻവോയി കൂടി, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഒരാൾ ഈ ഖത്തറിൽ പോയിരുന്നു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീവ് വിറ്റ്കോഫ് എന്നാണ്. അപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി നെതന്യാഹുവിനെ കണ്ടു. ആ മീറ്റിങ്ങിലാണ് ശരിക്കും നെതന്യാഹുവിനെ ഒന്ന് പെർസ്വേഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനും ഒരു തീരുമാനത്തിലെത്തിക്കാനും കഴിഞ്ഞത് ഈ വിറ്റ്കോഫ് പോയിട്ട് ട്രംപിൻ്റെ ഐഡിയാസ് അവിടെ പറഞ്ഞതിന് ശേഷമാണ്. അതുവരെ നെതന്യാഹുവിന് വേറെ പല പ്ലാനുകളുമായിരുന്നു. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇത് ട്രംപിൻ്റെ വിജയമാണ് എന്നുള്ള രീതിയിൽ. പിന്നെ അവിടുത്തെ അറബ് ഒഫീഷ്യലും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപിൻ്റെ എൻവോയ് വന്നു, ഇവിടെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് വരുത്താൻ കഴിഞ്ഞ മാറ്റം ബൈഡന് ഒരു വർഷം മുഴുവനും ശ്രമിച്ചിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൈഡൻ ഒരു വർഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതേ ഐഡിയാസൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സംഭവം ആരെയും പെർസ്വേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി മാറ്റാനോ കഴിഞ്ഞില്ല. പിന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്പോക്സ്മാൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മാത്യു മില്ലറാണ്. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ റോൾ വാസ് വെരി ക്രിട്ടിക്കൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കൂടി തീരുമാനത്തിലൊക്കെ എത്തുമ്പോൾ ഒരു 5 ദിവസം കൂടി ബാക്കിയുള്ളൂ ബൈഡന്. അപ്പോൾ ബൈഡൻ അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ലായിരുന്നു. മാത്രമല്ല എന്തായാലും ഇപ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബൈഡന് തന്നെത്താനത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഹാർഡ് ആൻഡ് ഫാസ്റ്റായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫേസിൻ്റെ മാത്രമാണ്. അതായത് 42 ഡേയ്സിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. ആ 42 ഡേയ്സ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ബൈഡൻ പോവുകയാണ്. അപ്പോൾ ബൈഡന് അതിൽ ഒരു തീർത്തും ഒരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തീരുമാനം എടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം പറയുന്നതൊന്നും അംഗീകരിക്കാൻ ആൾക്കാർ തയ്യാറുമായിരുന്നില്ല. അതായിരുന്നു സാഹചര്യം. പിന്നെ വേറൊരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെതന്യാഹു അല്ലെങ്കിൽ ബിബി എന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വിളിക്കുന്നത്, ഈ നെതന്യാഹു ആണെങ്കിലും ഈ തീരുമാനത്തിലെത്തിയതിന് ശേഷം ആദ്യം വിളിച്ചത് ട്രംപിനെയാണ്. അതിന് ശേഷമാണ് ബൈഡനെ വിളിച്ചത്. ബൈഡൻ അപ്പോഴും പ്രസിഡൻ്റ് ആണെന്നുള്ളത് വേറെ കാര്യം. പിന്നെ ഈ പുതിയ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ പഴയ പ്രസിഡൻറ്റിന് അധികം ആൾക്കാർ കെയർ ചെയ്യാറില്ല. അവരെ ഡെയിം ലക്ക് പ്രസിഡൻ്റ് അല്ലെങ്കിൽ വെറുതെ ഡെയിം ലക്ക് എന്നാണ് പറയാറ്. ഡെയിം ലക്കാണ്, അവരെ കൊണ്ട് ഇനി ഒന്നും നടക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് ജനം അതിനെ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഫറൻസ് ഇൻ അപ്രോച്ച് ഉണ്ട്. ട്രംപിൻ്റെ അപ്രോച്ചും
അതേപോലെ ബൈഡൻ്റെ അപ്രോച്ചും വളരെ ഡിഫറെൻ്റാണ്. ബൈഡൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ നടപ്പാക്കണം, ആക്രമണം ആവശ്യമാണെങ്കിൽ ആക്രമണമൊക്കെ അഴിച്ചു വിട്ടോ എന്നുള്ള രീതിയിലാണ് ബൈഡൻ പെരുമാറിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഈ ഇദ്ദേഹത്തെ, അതായത് ബിബി അല്ലെങ്കിൽ നെതന്യാഹു, അദ്ദേഹത്തെ ബലമായിട്ട് പറഞ്ഞൊന്നും ചെയ്യിപ്പിക്കാനായിട്ട് ബൈഡനെ കൊണ്ട് കഴിയില്ലായിരുന്നു. അതേപോലെ അദ്ദേഹം അതിന് ശ്രമിക്കാറുമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് അധികാരത്തിൽ വരുന്നു എന്ന് കണ്ട പാടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓഫീസ് അസ്യൂം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ ഫലം നരകമായിരിക്കും, നരകാഗ്നി ഫേസ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെതന്യാഹുവിനോട് ഇഷ്ടമാണ്, ഇസ്രായേലിനോട് ഇഷ്ടമാണ്. പക്ഷേ ട്രംപ് എന്തിനും അനുവാദം കൊടുക്കുന്നൊരു രീതി അദ്ദേഹത്തിനില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തായിരുന്നു. ഒരു ക്രിട്ടിക്കൽ വീഡിയോ കാണിച്ചായിരുന്നു. ആ ക്രിട്ടിക്കൽ വീഡിയോയിൽ ഈ നെതന്യാഹുവിനെ വിളിക്കുന്നത് ഡീപ്പ് ഡാർക്ക് SOB എന്നാണ്. SOB എന്ന് പറഞ്ഞാൽ സൺ ഓഫ് എ ബിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഡീപ്പ് ഡാർക്ക് SOB എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പറയാൻ തുടങ്ങി, അയ്യോ ഇങ്ങനൊരു വീഡിയോ എന്താ ഇവിടെ ജനങ്ങളുടെ പഴയ വീഡിയോ എന്നൊരു അതെ അത് തന്നെയാണ് അത് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പഴയ വീഡിയോ ആയിരുന്നു. അതൊരു പ്രൊഫസർ ഇറക്കിയ വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ജെഫ്രി സാക്സ് എന്നാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ജെഫ്രി സാക്സ് എന്ന് പറഞ്ഞ ഒരു ജൂത പ്രൊഫസറാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ എല്ലാവരെയും കുറ്റം പറയാറുണ്ട്. ഇസ്രായേലിനെ കുറ്റം പറയും, നെതന്യാഹുവിനെ കുറ്റം പറയും, അതേപോലെ അമേരിക്കയും ഇഷ്ടംപോലെ കുറ്റം പറയും. അപ്പം ചില ആൾക്കാരുണ്ടല്ലോ, നമുക്കറിയാം ഇവിടുന്ന് വന്ദന ശിവ എന്ന് പറഞ്ഞ ഒരാൾ അമേരിക്കയിലുണ്ടായിരുന്നു, ഇന്ത്യക്കാരത്ത്. അവിടെ പോയി സന്തോഷമായിട്ട് ജീവിക്കും, അത് കഴിഞ്ഞ് അമേരിക്ക ചീത്ത പറയും. അപ്പോൾ അതേപോലെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അവിടെ ജീവിക്കുകയും ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുറ്റം പറയുകയും ചെയ്യും. അതേപോലെയുള്ള ഒരാളാണ് ജെഫ്രി സാക്സ് എന്ന് പറയുന്നത്. പ്രൊഫസറാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ്, ജൂതനാണ്. പക്ഷേ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും, അമേരിക്കയും ഇസ്രായേലിനെ കുറ്റം പറഞ്ഞ് നടക്കും. അല്ലാതെ ട്രംപ് പറഞ്ഞ വേർഡ്സ് അല്ല. SOB എന്ന് പറഞ്ഞത് ട്രംപ് പറഞ്ഞ വേർഡ്സ് അല്ല. പക്ഷെ അത് ആ സമയത്ത് അത് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അത് ട്രംപിന്റെ വിജയത്തിന്റെ തൊട്ട് പറയാ അത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെയുണ്ട്, അമേരിക്കയിൽ ജീവിക്കും, അമേരിക്കയുടെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കും, അത് കഴിഞ്ഞിട്ട് പറയും അമേരിക്ക ഒരു കെട്ടരാജ്യമാണെന്ന് വിളിച്ച് പറയുകയും ചെയ്യും. അതേപോലെ തന്നെ അമേരിക്ക കുറ്റം പറയുന്നവരൊക്കെ ഇസ്രായേലിനെയും കുറ്റം പറയും. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ കുറച്ച് എല്ലാ സൗകര്യം ഉണ്ട്, എന്നിട്ട് ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ ഇസ്രായേലിനെ കുറ്റം പറയുന്നവർ അമേരിക്കയും കുറ്റം പറയും. അപ്പോൾ അതേപോലെ ഒരു കുറ്റം പറച്ചിലായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ട്രംപ് പറഞ്ഞതൊന്നുമല്ല, ജെഫ്രി സാക്സ് ആണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ആ വീഡിയോ എടുത്തിട്ടതൊരു അഭിപ്രായ വ്യത്യാസം ആൾക്കാരിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീസ്മെൻ്റാണ്. ഈ നെതന്യാഹുവിന് വേണ്ട പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ട്രംപിന് കഴിയും. അതായത് അറേബ്യൻ കൺട്രീസിനെ നല്ല സ്വാധീനത്തിൽ കൊണ്ടുവരാനായിട്ട് ട്രംപിന് കഴിയും. ട്രംപാണ് ഈ എബ്രഹാം അക്കോർഡ്സ് എന്നും പറഞ്ഞുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തത്. അങ്ങനെ സൗദി അറേബ്യ, UAE, ഈജിപ്റ്റ്, മറ്റു രാജ്യങ്ങളൊക്കെ ഒന്നുകൂടി ഇസ്രായേലായിട്ട് അടുക്കാനായിട്ട് ഇടയായി. മാത്രമല്ല ട്രംപ് എന്നോട് ഈ സൗദി അറേബ്യയുടെ രാജകുമാരൻ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രാക്ടിക്കലി രാജാവാണ്, മുഹമ്മദ് ബിൻ സൽമാൻ അല്ലെങ്കിൽ MBS, അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. ഒരു കാര്യം ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ നടപ്പാക്കും. പിന്നെ ഇറാനോ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ യമനൊക്കെ സൗദി അപ്പോൾ ഇസ്രായേൽ ഈ ഇറാനോ അല്ലെങ്കിൽ യമനോ ഒക്കെ സൗദി എന്തെങ്കിലും ശല്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയെ നിശ്ചയമായിട്ടും ട്രംപ് സഹായിക്കും. അതുകൊണ്ട് MBSന് വളരെ ഇഷ്ടമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBS ഒരു കൊലപാതകം നടത്തിച്ചായിരുന്നു. കൊലപാതകം നടത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, ഖഷോഗി എന്ന് പറഞ്ഞിട്ട്. ഈ ഖഷോഗി സ്ഥിരമായിട്ട് MBSനെ വിമർശിച്ച ലേഖനങ്ങൾ എഴുതുമായിരുന്നു പല അന്താരാഷ്ട്ര പബ്ലിക്കേഷൻസിലും. അപ്പോൾ ഖഷോഗിക്ക് ഈ MBSന് അത് തീരെ ഇഷ്ടമായിരുന്നില്ല, മുഹമ്മദ് ബിൻ സൽമാൻ. ഇങ്ങനെ അവസാനിപ്പിച്ചേക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തുർക്കിയിലുള്ള എംബസിയിൽ ഇദ്ദേഹം ചെന്നു, ഈ ജേർണലിസ്റ്റ് ഖഷോഗി എന്ന് പറയുന്ന ആൾ. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടത്തി. ആ ബോഡി എന്തോ ആസിഡിലൊക്കെ ഇട്ട് ലൈനിയാക്കി മാറ്റി ഒഴുക്കിക്കളഞ്ഞു, ഒരു ലിക്വിഡായിട്ട് ഒഴുക്കിക്കളഞ്ഞു ഈ ജേർണലിസ്റ്റിന്. അപ്പം അത് ആ ഇടയ്ക്ക് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുർക്കിക്കാരെന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംബസിയിൽ മുഴുവനും അവർ ചില ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിരുന്നു, ഇലക്ട്രോണിക് ചിപ്സ് ഘടിപ്പിച്ചിരുന്നു. അവർക്ക് ഈ കാര്യങ്ങൾ മുഴുവനും കാണാനും കേൾക്കാനും പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത് MBSന് വലിയ ഒരു പ്രശ്നമായി മാറി.
സാധാരണഗതിയിൽ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ലീഡേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ ഈ ഡെമോക്രസിയുടെ ഒക്കെ പേര് പറഞ്ഞ ഉടനെ ഇതിനെ എതിർക്കും. പക്ഷേ ട്രംപ് പറഞ്ഞത് അതിപ്പോൾ അവിടുത്തെ രീതിയൊക്കെ അങ്ങനെയാണ്, ഈ മിഡിൽ ഈസ്റ്റിലെ രീതി ഇങ്ങനെയൊക്കെയാണ് എതിർക്കുന്നവർ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ സൗദിയായിട്ടുള്ള സൗഹൃദം ഒഴിവാക്കി അവരുമായിട്ട് തല്ലിനൊന്നും പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ അവിടെ അങ്ങനെ നടന്നോളും എന്നുള്ള മട്ട് പുള്ളി തീരെ ഇത് അവഗണിച്ചു. അപ്പോൾ അതിലൊരു പേഴ്സണൽ ഓബ്ലിഗേഷനോട് MBSന് ഈ ട്രംപിനോടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും MBSുമായിട്ട് വളരെ നല്ല, അതായത് ഇപ്പൊ 3 ഇസ്രായേലിനെ കൊടുക്കുമ്പോൾ 30 തടവുകാരെ കൊടുക്കുന്നു പറയുന്ന ആ ഒരു സിസ്റ്റം പോലെയൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിലൊക്കെ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ വേറെ ഒരു ഈ നെതന്യാഹുവിനെ കൊണ്ട് ഇത് പ്രേരിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളിലും പ്രശ്നമുണ്ടായിരുന്നു. ഒന്ന്, ഇത് കഴിഞ്ഞിട്ട് ആരവിടെ ഭരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, അവിടെ ഒരുപാട് റീകൺസ്ട്രക്ഷൻ വർക്ക് വരുന്നുണ്ട്. ഈ റീകൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ താല്പര്യം ഹമാസിനാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ടു ദി ട്യൂൺ ഓഫ് ബില്യൺസ്. കാരണം എത്രയോ ബിൽഡിങ്സ് ഒക്കെ ഇടിഞ്ഞു പോയി അതിന് പകരം ബിൽഡിങ്സ് ഒക്കെ പണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര എനോർമസ് എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ പണം മുഴുവനും ഇവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഹമാസിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുഴുവനും റോക്കറ്റായിട്ടും അതേപോലെ ടണലായിട്ടും ബോംബുമായിട്ടും മാറുള്ളൂ, അല്ലാതെ ബിൽഡിങ്സ് ഒന്നും കാര്യമായിട്ട് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. അവരാ കിട്ടുന്ന പൈസ മുഴുവനും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ നെതന്യാഹുവിന് ചില ഇതുണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ അവഗണിച്ച് ഇപ്പോൾ ട്രംപിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഇതിന് ഒപ്പിടാനായിട്ട് തയ്യാറായത്. എന്തായാലും ഗാസയിൽ 46,000 പേര് മരിച്ചു, ഇസ്രായേലിലാണെങ്കിൽ 1200 പേര് മരിച്ചു. അതിൽ കൂടുതൽ ഒരു മിനിമം നമ്പറാണ് പറയുന്നത്. പിന്നെ 467 ദിവസത്തെ യുദ്ധവും കഴിഞ്ഞു. അങ്ങനെ അവസാനം ഇപ്പോൾ ഈ തീരുമാനത്തിലൊക്കെ എത്തി. എന്തായാലും ഇത് ട്രംപിൻ്റെ തന്നെ ഒരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.